എന്റെ ദൈവമേ, ഞാൻ തളർന്നു. ഈ പോക്കാണെങ്കിൽ ഞാൻ ഈ റേഷൻ കടയിൽ കിടന്നെ ചാവേണ്ടി വരും. ഒരു മുതലാളി ഉണ്ട്, മണി 11 ഇതുവരെ കാണാനില്ല. ഇവിടെ നിന്റെ മുതലാളിയോടെ മെല്ലപ്പോക്കെ എന്റെ മുതലാളി ഇത്തിരി വലിച്ചു നീട്ടിയൊക്കെ സംസാരിക്കാന്നുള്ളൂ, ആവശ്യം സംസാരിക്കല്ല കേട്ടോ. അതെ മുതലാളി വിളിക്കുന്നു. ആ മുതലാളി, നീ കടയിലുണ്ടാടാ? ഞാൻ കടയിലുണ്ട്. ഞാൻ ഇന്ന് ലീവിലാണ്, വരൂലേ? ലീവെന്തിന്? എടാ എന്നെ തിരക്കി അവിടെ ആരെങ്കിലും വന്നാടാ? ഇതുവരെ ആരും വന്നില്ല കടയില്. ഭാഗ്യം. പിന്നെ മുതലാളി, ജംഗ്ഷനിൽ വെച്ച് ഉഷ ചേച്ചിയുടെ ഭർത്താവ് മുതലാളി തിരക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു മുതലാളി വീട്ടിലുണ്ട്, അവിടെ ചെന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ട് വരും. അയ്യോ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. ലീവ് ക്യാൻസൽ. അപ്പൊ എന്തോ വള്ളിക്കെട്ടുണ്ട്. ഉഷ ചേച്ചിയുമായിട്ട് ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉഷ ചേച്ചിയുടെ ഭർത്താവ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കാം. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? ഞാൻ 1 മണിക്കൂർ മുമ്പ് വിളിച്ചായിരുന്നു. അപ്പൊ തിരക്കില്ലെന്നാ പറഞ്ഞത്. ഇപ്പോഴും തിരക്കില്ല. അപ്പൊ തിരക്ക് കഴിഞ്ഞിട്ട് വന്നാ മതിയേ. ഫയർഫോഴ്സിനെ വിളിക്കുന്നത്? എടാ, ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ രമണിയുടെ ഭർത്താവ് ഞാൻ തീവേടാ. എന്നിട്ട് അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നില്ല, ചുറ്റോട്ടൊന്നും ആരും ഇല്ലായിരുന്നു. എന്റെ പൊന്നെ, എന്നിട്ട് ഇങ്ങനെയാണോ വിളിക്കുന്നത്? പെട്ടെന്ന് വിളിച്ചവർ അവിടെ ചത്തുപോകും. എടാ, അതിന് അവൻ നമ്മളെ കടയിൽ നല്ല സാധനം വാങ്ങിക്കണം. അല്ലല്ല, ഇത് രമണിയോട് പറഞ്ഞായിരുന്നു. എടാ, രമണി രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിൽ പോകുമ്പോ പറയണ ശരിയല്ല, തിരിച്ചു വരുമ്പോ പറയാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾ ഫയർഫോഴ്സ് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഫയർഫോഴ്സിന് ഞാൻ വിളിച്ച് രമണിയുടെ ഭർത്താവ് കിണറ്റി വേണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, അങ്ങനെ പറഞ്ഞ രമണിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമോ? അയാൾ പ്രധാനമന്ത്രി ഒന്നും അല്ലല്ലോ. നിങ്ങൾ മറ്റേ അവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തോ? ലൊക്കേഷൻ ഞാൻ അയച്ചു കൊടുത്തില്ലടാ, നീ പറഞ്ഞപ്പോ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. അല്ല, നിങ്ങൾ വരാനെന്താ വൈകിയത്? ഞാൻ ഇവിടെ നടന്നാ വന്നത്. നടന്നാ? അത് നടക്കാൻ ഇങ്ങോട്ടുള്ള ബസ് റൂട്ട് അങ്ങ് നിർത്തിയാടേ. കൂടായിരുന്നോ? ബസ് റൂട്ടേ നിർത്തിയെന്ന്. ബസ് റൂട്ട് നിർത്തിയെന്ന്. നിനക്ക് ഇവിടെയൊക്കെ തൂക്കാൻ പാടില്ലേടാ? പിന്നെ ആള് വരാത്ത സ്ഥലത്ത് ഞാൻ എന്ത് തൂക്കി കൊടുക്കാനാ? എടാ, ഇവിടെ ഇരിക്കണ വൃത്തിയായിട്ട സാധനങ്ങൾ എടുത്ത് മാറ്റാൻ. വൃത്തിയായിട്ട സാധനം മാറ്റണല്ലേ? എന്നെ പിടിച്ച് മാറ്റണം എന്തിന്? ഈ റേഷൻ കടയിൽ ഏറ്റവും വൃത്തിയായിട്ട സാധനം മുതലാളിയാ. അതല്ല പറഞ്ഞു, ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടൂടെയെന്ന്. ഞാൻ തൂത്താലേ വൃത്തിയാവുള്ളൂ, മുതലാളിക്ക് തൂർത്താതെ കുഴപ്പം. പിന്നെ നീ ഒരു കാര്യം ചെയ്യടാ, ഇവിടെ വന്ന് ഇരിയടാ, ഞാൻ തൂക്കി കൊടുക്കാടാ. പറഞ്ഞ പറഞ്ഞ നീ വന്നാ ഇരിക്കോടാ, പോയിച്ചെന്ന് തൂക്കിക്കൊല്ലടാ. തൂക്കിക്കൊല്ലാ? സാധനം തൂക്കിക്കൊറ. അല്ല, ഇന്നലെ മറ്റേ ജമീല ചേച്ചി വിരല് പതിക്കാൻ വന്നിട്ട് പതിഞ്ഞായിരുന്നു. പതിഞ്ഞാടാ, പതിഞ്ഞു കണ്ട. 5 വിരലും പതിഞ്ഞു കണ്ട. ചോന്ന് കിടക്കണ കണ്ടായിരുന്നു. ഇവിടെ മോന്തയില് പതിഞ്ഞ കാര്യമല്ല, ഈ മിഷനിൽ പതിഞ്ഞാ ചോദിച്ചത്. മിഷനിൽ പതിയുകയും ചെയ്ത് അവള് പച്ചരി മാച്ചോണ്ട് പോയി. പിന്നെ ചെറിയൊരു പ്രശ്നമായി. പ്രശ്നം? എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അവള് സ്പെഷ്യൽ അരി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ വന്നാലേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ വിളിച്ചു, സ്വാഭാവികമായിട്ട് ഉമ്മ വിളിച്ചോണ്ട് വരണം. അപ്പൊ ഉമ്മ വന്നാലെന്നുള്ളത് ഉമ്മ തന്നാലെന്നായി പോയടെ. പിന്നെ എനിക്കൊന്നും കണ്ടുകൂടെ, എനിക്ക് എന്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറഞ്ഞടേ. എന്റെ പൊന്നെ, ഇത് വല്ലാത്ത പ്രശ്നമാണ് കേട്ടാ. നോക്കി ഇവിടെ സേർട്ട് വലിക്കാൻ പറ്റൂലേ? കോലുമുട്ടായിയോ? നീ വന്നെന്തേലും പറ. എന്റെ പെണ്ണുമ്പോൾ എങ്ങനെ വന്ന് പറ്റിയില്ലയോ? എടാ, ഇന്ന് എന്തരാഴ്ചടായി? ഇന്ന് ചൊവ്വാഴ്ചയാണോ? അപ്പൊ 350. 5 കിലോ അരി വാങ്ങിക്കുന്നതിന് 350 രൂപ. ചൊവ്വാഴ്ച അണ്ണാച്ചി കൊടുക്കണ റേറ്റാണ് 350. അതാണ് ഇന്നത്തെ റേറ്റ്. അത് ഞാൻ തരണോ? എന്നാ പിന്നെ ഞാൻ നാളെ വന്നേനെ. നാളെ ബുധനാഴ്ചക്കാരൻ വരും. അവിടെ അണ്ണാച്ചി ഉണ്ട്. എന്നാ പിന്നെ ഞാൻ വേറൊരു ദിവസം വരാം. അല്ല, വേറെ ദിവസം വരണ്ട, ആഴ്ചയിൽ 7 ദിവസം ഇവിടെ വിരുവാര് വരും. എല്ലായിടത്തു നിന്നും കടം വാങ്ങിച്ചു വെച്ചേക്കോ അല്ലയോ? വണ്ടി ഓട്ടിച്ച് പോണ്ടേടെ, ജീവിക്കണ്ടേ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ മെനഞ്ഞാ തൊഴിലുറപ്പുകാരോട്ടെ എന്തുവായിരുന്നു പ്രശ്നം? എടാ, ഞാൻ പറഞ്ഞത് നമ്മളെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ഓട്ടുരുളി പോലത്തെ കിണറുണ്ടല്ലോ, അലമ്പാര പോലത്തെ കക്കൂസ്, അതുപോലെ മണിവെള്ള പോലെ ഒരു കയ്യാല പണിയാ ഞാൻ അവരടുത്ത് പറഞ്ഞു. മണിവെള്ള പോലെ കയ്യാല? നീ പാട്ട് കേട്ടിട്ടില്ലേ? മണിവെള്ള തിളങ്ങണ കയ്യാലേ, ഇറങ്ങോട്ട് വെള്ളിക്കണ താരാണ്. ആ കയ്യാല പണി അവരടുത്ത് പറഞ്ഞു. അയ്യോ, അത് ആ കയ്യാല അല്ല, കയ്യില് മണിവള കിളിങ്ങുന്നാ, കയ്യില് കിളിങ്ങുന്നതാ. അതാണ്. എന്തോ പറയാ. എന്നിട്ട് അവരോട്ട് വഴക്കൊണ്ടാക്കിയ നിങ്ങൾ എല്ലാത്തിനും ചേർന്ന് പറക്കി വിട്ടേ. അണ്ണാ, വേണ്ട, ചേച്ചി മറന്നു വെച്ചിട്ട് പോയി വണ്ണനാണ്. ഇതെണ്ണം പോകുമ്പോ കൊണ്ടുപോകണം കേട്ടോ. അണ്ണനും മറക്കരുത്. ഒലാലി, ഞാൻ അകത്തിരിക്കുന്ന അരിങ്ങി എടുത്തോണ്ട് വരും. എടുത്തോണ്ട്. പഞ്ചാര ഉണ്ടോ? പഞ്ചാര 350.
അതിന് ഇന്ന് വേറെ അണ്ണാച്ചി ഉണ്ടോ? നീ എന്റെ ഷുഗറിന്റെ കാര്യമല്ലേ ചോദിച്ചത്? വേറെ എന്തൊക്കെ അസുഖമുണ്ട്? വേറെ ഷുഗറുണ്ട്, കൊളസ്ട്രോൾ, BP എല്ലാം ഉണ്ടാ. ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ വയ്യ. ഇതൊക്കെ എന്നോട് പറയാൻ ഞാൻ നിങ്ങളുടെ ഡോക്ടറാണോ? പിന്നെ ഇവിടെ എനിക്ക് പഞ്ചസാര തരാനുണ്ടോ ഇവിടുന്ന്? അതെടാ, ഈ പഞ്ചസാര തരണ ചുവന്ന കാടുകാർക്ക് പഞ്ചസാര. എന്റെ ചുവന്ന കാടാണ് ഇപ്പൊ കാണിക്കുന്നത്. എന്റെ കാർഡ് ചുവന്ന കാർഡോ? ഏടാ കള്ള, വെള്ളക്കാരില് ചുവന്ന പേപ്പർ കൊണ്ട് പോകുന്ന ചുവന്ന കാടാവോടാ. അതെ, പിന്നെ ഇതല്ലാതെ ഞങ്ങൾ എന്തോ ചെയ്യാൻ പറ്റും? നിനക്ക് കാറുണ്ട്, രണ്ടേള് ബംഗ്ലാവുണ്ട്, ഹോട്ടലുണ്ട്. അതെ, ഞങ്ങൾ ഈ ഹോട്ടലും വലിയ വീടും കാറും ഒക്കെ വെച്ചതേ ഞാൻ കഷ്ടപ്പെട്ടിട്ടാ. അപ്പുറത്തെ വീട്ടിലെ സുരേന്ദ്രൻ, നിങ്ങൾ ഇത് കേൾക്കണം. അവനാണെങ്കിൽ 24 മണിക്കൂറും വെള്ളമാ. അവന് വീടുമില്ല. അവന് ഒരു ദിവസം 3000 രൂപയ്ക്ക് അവൻ പണിയും. അവനത് മൊത്തം കൊണ്ടുവന്ന് വെള്ളം അടിക്കുക. എന്നിട്ട് അവൻ പാവപ്പെട്ടവരും ഞങ്ങള് പണക്കാരും. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല. അവന് ആനുകൂല്യം കിട്ടുകോടാ എന്ന് വെച്ചാൽ അവൻ കൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ട. അവൻ ഡെയിലി 10,000 രൂപ വെള്ളം അടിച്ച് കുടിച്ചുകൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ട. അതുകൊണ്ട് അവന് സർക്കാരിന്റെ അടുത്ത് കൂറുണ്ട്. നിനക്ക് എന്തൊരു കൂറുണ്ട്? കൂറല്ല, അവൻ കൂറയായിട്ടാ. ഞാനാ പരിപാടിയൊന്നുമില്ല. എനിക്ക് വെള്ളം അടിയൊന്നുമില്ല. ആര് പറഞ്ഞു നിങ്ങൾ വെള്ളം അടിക്കില്ലെന്ന്? നിങ്ങളെ വീട്ടിൽ പട്ടച്ചാരയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, പട്ടച്ചാരോ? ആര് പറഞ്ഞു? നിങ്ങളെ വീട്ടിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തുവാ? പട്ടയുണ്ട് സൂക്ഷിക്കാന്നുള്ളത്. അയ്യോ, അത് പട്ടയുണ്ട് സൂക്ഷിക്കാതല്ല, പട്ടി ഉണ്ട് സൂക്ഷിക്കാതാ. വള്ളി പറഞ്ഞു പോയതാ. ഒരു കാര്യം ചെയ്താ വള്ളിയും കൂടെ എടുത്ത് വെച്ചോ. മറ്റേ എക്സൈസുകാർ തന്നെ കൊണ്ട് വെക്കോളൂ. അണ്ണ ഇന്നലെ പറഞ്ഞില്ലേ അരിയും പഞ്ചസാര കട വന്നിട്ടുണ്ട്, വന്ന് മേടിച്ചോണ്ട് പോകും. അവനെ വിളിക്കാടാ. അവനെന്ന് പറയില്ല, ആള് പിടികെട്ടാ പുള്ളിയാ. പിടികെട്ടാ പുള്ളിയോ? ഇടയ്ക്ക് അറിഞ്ഞൂടെ അവന്. പുള്ളി പറയണ ഒന്നും പിടികെട്ടൂല. പിടികെട്ടാ പുള്ളിയോ? എടേ, പച്ചരി ഉണ്ടോ അവിടെ? പച്ചരി നീ കഴിഞ്ഞ ആഴ്ചയിലെ 10-40 കിലോ വാങ്ങിച്ചോണ്ട് ഈ ആഴ്ചയിലാഴ്ച നീ പച്ചരി കൊണ്ട് എന്തിനാണേ? പാവങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നേ. അയ്യോ, പാവക്ക് കഞ്ഞി വെച്ച് കൊടുക്കണം. ചുമ്മാന്ന് ഇവിടുന്ന് 10 രൂപയ്ക്ക് പച്ചരി മേടിച്ചോണ്ട് പോകും. അവിടെ വൈകിട്ട് ഇയാൾ ബിരിയാണി ഉണ്ടാക്കും. പിന്നെ സ്പെഷ്യൽ എന്ന് കേട്ടാൽ നമ്മുടെ മലയാളികൾ ഒരു ഇതാണല്ലോ. 200 രൂപയ്ക്ക് വിൽക്കും ഇങ്ങനെ. എടാ, നീ ഇവിടുത്തെ 10 രൂപ അരിയും വാങ്ങിച്ചോണ്ട് 200 രൂപയ്ക്ക് വിൽക്കാനാടാ. നിനക്ക് ഉദവ് ആള് പ്രാവൂലേടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും നിങ്ങൾ കടയിൽ വന്നല്ലോ ചോറ് കഴിക്കുന്നത് ആണല്ലോ. നിങ്ങൾ എനിക്ക് മീൻചാറും തരും ആണോ? ഒരു മീന് പോലും ഇടാതെ എങ്ങനെയാണോ നിങ്ങൾ ഈ മീൻചാറ് ഉണ്ടാക്കുന്നത്? ആര് പറഞ്ഞൊരു മീനില്ലെന്ന്? ഇന്നേ വരെ എനിക്കൊരു കഷ്ണം കിട്ടിയിട്ടില്ല. നിനക്ക് കിട്ടത്തില്ല. ഞങ്ങള് മീൻ കറി വച്ചതിന് ശേഷം അതിനകത്തുള്ള മീനെല്ലാം എടുത്തിട്ട് കടലിൽ കൊണ്ടുപോയി ഒഴുക്കും. അതുപോയി ജീവിക്കട്ടെ. അങ്ങനെയൊക്കെ ജീവിക്കുവോ? എന്തരാന്ന് എനിക്കറിയാം. കാശ് കൊടുത്ത് മീൻ വാങ്ങിക്കണം. കാശ് കൊടുത്ത് മീൻ വാങ്ങിച്ച് മീൻ കറി വെച്ചാൽ കൊണ്ട് തിന്നണം കേട്ടാ. അല്ല അണ്ണൻ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും പരിപാടി അങ്ങനെ? വൈകിട്ട് ഒരടിപൊളി പരിപാടി ഉണ്ട് മോനെ. എന്ത് പരിപാടി? ഞാനേ ഉഷയുടെ ഭർത്താവിനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടു. അവനാണെങ്കിൽ വലിയൊരു വാളും എടുത്തോണ്ട് ആലയിലോട്ട് പോന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഇന്ന് കവലയിൽ എന്തെങ്കിലും നടക്കും. അവൻ എന്തോ പ്രസ്റ്റീജിന്റെ ഷൂ ആണ്. പ്രസ്റ്റീജിന്റെ ഷൂ അല്ല, പ്രസ്റ്റീജ് ഇഷ്യൂ. എന്തായാലും ആരെയോ വെട്ടാനുള്ള പ്ലാനാ. അവൻ ഇന്ന് ചോര കണ്ടിട്ടേ കത്തി താഴെ പോയി. എന്താടാ എന്തൊരു പ്രശ്നം? മുതലാളിക്ക് മനസ്സിലായില്ലേ? ഉഷയുടെ ഭർത്താവ് ആരെ വെട്ടാണ് നടക്കുന്നത്? മുതലാളിയെ. നീ എന്നെ ഒറ്റ കൊടുക്കലടാ. ഒറ്റ കൊടുക്കാനാ? ഞാൻ ഈ മുതലാളി ഒറ്റ കൊടുക്കുമെന്ന്? ഞാൻ അങ്ങനെ ഒറ്റ കൊടുക്കോ? ഈ റേഷൻ കടയിൽ ഇങ്ങനെ എന്തുമാത്രം അഴിമതി കാണിക്കണമെന്ന് അറിയാവോ? ഞാൻ ഒറ്റ കൊടുത്തിട്ടില്ല. അതെ, ഇതായിരിക്കണം ശാന്തി ചേച്ചി ഇതെല്ലാം പഞ്ചസാര മേടിക്കാൻ വന്നില്ലേ? ഇങ്ങനെ തന്നില്ലല്ലോ. ആ പഞ്ചസാര വേറെ കടയിൽ കൊണ്ട് മറച്ചു വിറ്റു. ഞാൻ ആരോടും പറഞ്ഞില്ല. വേറൊരു കാര്യം അറിയാവോ? ഇന്ന് 100 ചാക്കരി വേറെ കടയിൽ കൊടുക്കുന്നുണ്ട്. ഞാനതാരോടെങ്കിലും പറഞ്ഞോ? ഞാനതാരോടും പറയൂലല്ലേ. കാരണം എന്റെ വിശ്വസ്തനാണ് മുതലാളി. ഈ ഉഷേര ഭർത്താവ് വെട്ടാൻ നടക്കുന്ന ആരെയാ? ദൈവം എന്റെ മുതലാളിയെ. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? അയ്യോ, അതെന്തിനാ അയാളെ വെട്ടാൻ നടക്കുന്നേ? അയ്യോ എടാ, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഉഷയെ ഒന്ന് ചെറുതായിട്ട് നോക്കി. ചെറുതെന്ന് പറഞ്ഞാ മൊത്തത്തിലൊന്ന് നോക്കി. ഇത്രേ ചെയ്തോളൂ. എടോ, അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലയോ? അവരെ എങ്ങാണോ ആരെങ്കിലും നോക്കൂ. എന്തിനാ നോക്കിയത്? വേറൊന്നും അല്ല നോക്കിയത്. ഡോക്ടർ ഇയാളോട് പറഞ്ഞു ശരീരം നോക്കണമെന്ന്. മനസ്സിലായോ? അന്നേരം നോക്കിയതാ. എടോ, ശരീരം നോക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ശരീരം നോക്കാനല്ല, വല്ല പെണ്ണുങ്ങളുടെ ശരീരം നോക്കാനാ. ഇതെന്തോ ഫയർഫോഴ്സ് ഒക്കെ വരുന്നേ? അവിടെ ആദ്യം കടവെല്ലാം കത്തിയതായിരിക്കൂടാ. ഏത് കാര്യം കത്തിയത്? അയ്യോ എടാ, നമ്മൾ കിണറ്റിക്കരയെന്ന് ഉഷേറെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേടാ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ്ടാ അയച്ചു കൊടുത്തത്. അപ്പൊ പണി മേടിക്കും. അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാലേ ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് കെട്ടിവെക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്തോ, നമുക്ക് ഈ കടയും കത്തിച്ചോളാം. നിന്നെ നിർത്തി അങ്ങ് കത്തിച്ചോളാടാ.